ഇന്നത്തെ കാലഘട്ടത്തിൽ ഓരോ ബിസിനസ് ഓണേഴ്സും ഫേസ് ചെയ്യുന്ന ഒരു മെയിൻ ചലഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിലും അല്ലാതെയും എല്ലാ ഡിജിറ്റൽ പ്രസൻസിലും അവരുടെ പോസ്റ്റുകൾ, അവരുടെ സർവീസ് ആവട്ടെ, അവരുടെ പ്രോഡക്റ്റ് ആവട്ടെ, ഇതിന്റെ പോസ്റ്റുകളെല്ലാം അവർ നല്ല അടിപൊളിയായിട്ട് റിലീജിയസ്ലി പോസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ അവർക്ക് റിസൾട്ട് ഒന്നും വരുന്നില്ല എന്നുള്ളതാണ് ഒട്ടുമിക്ക ബിസിനസ് ഓണേഴ്സിനോട് ഞാൻ പരിചയപ്പെടുന്ന പല ആളുകളും പറയുന്നത്. അപ്പൊ ഇതിന്റെ കാരണമാണ് നമ്മൾ ഇന്ന് പരിശോധിക്കാൻ പോകുന്നത്. നോർമലി വെനെവർ വി പോസ്റ്റ്, നമ്മൾ നമ്മുടെ കമ്പനിയിൽ അല്ലെങ്കിൽ നമ്മുടെ സർവീസിൽ നമ്മുടെ പ്രോഡക്റ്റിന്റെ ഒരു പോസ്റ്റ് നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇട്ട് കഴിയുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത്? നമുക്ക് ചിലപ്പോൾ ലൈക്ക് കിട്ടും, ചില ആളുകൾ അടുത്ത് ഷെയർ ചെയ്യും, ചില ആളുകൾ അതിൽ കമന്റ് ചെയ്യും. പക്ഷേ അൾട്ടിമേറ്റ്ലി നോക്കുന്ന സമയത്ത് നമ്മളെ ആരും ഇതിൽ നിന്നും കോൺടാക്ട് ചെയ്യുന്നില്ല. ആരും നമ്മുടെ സർവീസോ നമ്മുടെ പ്രോഡക്റ്റോ ഇതുവഴി വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മുടെ അടുത്തേക്ക് റിക്വസ്റ്റ് ചെയ്ത് വരുന്നില്ല. അതായത് നമുക്ക് ലീഡ്സ് ഒന്നും കിട്ടുന്നില്ല എന്നുള്ളതാണ് അർത്ഥം. അപ്പം എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നുള്ളതാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. അപ്പം ബേസിക്കലി നമ്മളെ ഒരു ഓഡിയൻസിലേക്ക് നമ്മളുടെ ഒരു മാർക്കറ്റിംഗ് കോണ്ടന്റ് പുഷ് ചെയ്യുന്ന സമയത്ത് അവർ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു സംഭവം ഉണ്ട്. അവർക്ക് എന്താണ് അവർക്ക് കിട്ടുന്നത്, എന്ത് റിസൾട്ട് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്, വാട്ട് പ്രോബ്ലം വി ആർ ഗോയിങ് ടു സോൾവ്. ഇതിനുള്ള ഉത്തരം നമ്മുടെ പോസ്റ്റിൽ ഇല്ലെങ്കിൽ നമുക്ക് ലൈക്ക് കിട്ടും, ഷെയർ കിട്ടും, കമന്റ് കിട്ടും, പക്ഷേ അൾട്ടിമേറ്റ്ലി you will not get any leads from this marketing material, which is അത് absolutely fine ആണ്. അത് എന്താ പറയുക, ഒരു പ്രൂവൺ ആണ്. അപ്പോൾ ഇതിന് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു 4 കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒന്ന്, നമ്മളൊരു പോസ്റ്റ് ഉണ്ടാക്കി ഷെയർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഐഡിയൽ ക്ലയന്റ് പ്രൊഫൈലിന് എന്താണ് നമ്മൾ ചെയ്യേണ്ടത്, എന്താണ് ഷോ ദെയർ പെയിൻ. നമ്മുടെ പോസ്റ്റിലും നമ്മുടെ കോണ്ടന്റിലും നമ്മളുടെ ഐഡിയൽ ക്ലയന്റ് പ്രൊഫൈൽസിന്റെ പെയിൻ പോയിന്റ്, അവരുടെ പ്രശ്നങ്ങൾ നമ്മുടെ പോസ്റ്റിൽ കാണിക്കുക എന്നുള്ളതാണ് ഷോ ദെയർ പെയിൻ. രണ്ടാമത്തെ നമുക്ക് ചെയ്യേണ്ടത് ടോക്ക് ഇൻ ദെയർ ലാംഗ്വേജ്. നമ്മൾ അവരുടെ ലാംഗ്വേജിൽ, അവരുടെ രീതിയിൽ, അവരുടെ പ്രശ്നങ്ങൾ, അതായത് അവർക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ നമ്മൾ അവരോട് സംസാരിക്കുക എന്നുള്ളതാണ്. അതായത് കൂടുതൽ ടെക്നിക്കൽ ആയിട്ടോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളോ ഫീച്ചേഴ്സ് ഒന്നും മെൻഷൻ ചെയ്യാതെ അവരുടേതായിട്ടുള്ള ലാംഗ്വേജിൽ നമ്മൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. ഫസ്റ്റ്, ഷോ ദ പെയിൻ. സെക്കൻഡ്, ടോക്ക് ഇൻ ദെയർ ലാംഗ്വേജ്. തേർഡ്, ഷെയർ ദ റിസൾട്ട്. നമ്മൾ നമ്മുടെ പ്രൊഡക്റ്റിന്റെ സർവീസിന്റെ എന്താ പറയുക, ഫീച്ചേഴ്സോ അല്ലെങ്കിൽ അതിന്റെ സ്പെഷ്യാലിറ്റീസ് ഒക്കെ പറഞ്ഞ് കൊടുക്കുന്നതിന് പകരം എന്ത് റിസൾട്ടാണ് നമ്മളുടെ ഈ ഒരു സർവീസ് കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റ് കൊണ്ട് ഈ പറയുന്ന ആളുകൾക്ക് എന്ത് റിസൾട്ടാണ് കിട്ടുക എന്നുള്ളത് പറയാം. ഷെയർ ദ റിസൾട്ട്. നാലാമത്തതായിട്ട് ചെയ്യേണ്ടത് ഷെയർ ദ സ്റ്റോറീസ്, നോട്ട് ഫീച്ചേഴ്സ്. നമ്മൾ സ്റ്റോറി ഷെയർ ചെയ്യുക. എന്താണ് നമ്മുടെ സർവീസ് ഉപയോഗിച്ച് ഒരാൾക്ക് ഉണ്ടായ മാറ്റങ്ങൾ, ആൻഡ് ഹൗ ഡിഡ് ഹിസ് ബിസിനസ് ട്രാൻസ്ഫോം യൂസിങ് ദിസ് സർവീസ്. ഇങ്ങനത്തെ സ്റ്റോറി ബേസ്ഡ് ആയിട്ടുള്ള പോസ്റ്റിൽ നമ്മളെ എൻഗേജ്മെന്റ് മാത്രമല്ല, നമുക്ക് ലീഡ്സും കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇനി നമ്മളുടെ സർവീസ്, നമ്മുടെ പ്രൊഡക്റ്റ് മറ്റുള്ള ആളുകളിലേക്ക് പോസ്റ്റ് ആയിട്ട് ഷെയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട 4 കാര്യങ്ങളാണ്. ഒന്നാമത്തെ കാര്യം നമ്മൾ എന്താ പറയുന്നത്, ഷോ ദെയർ പെയിൻ. അവരുടെ പെയിൻ നമ്മൾ ഷോ ചെയ്യുക എന്നുള്ളതാണ്. രണ്ടാമത്, ടോക്ക് ഇൻ ദെയർ ലാംഗ്വേജ്. അവരുടെ ലാംഗ്വേജ് സംസാരിക്കുക. മൂന്നാമത്തത്, ഷെയർ ദ റിസൾട്ട്. നാലാമത്തത്, ഷെയർ സ്റ്റോറീസ് ഇൻസ്റ്റെഡ് ഓഫ് ഫീച്ചേഴ്സ്. നാളെ മുതൽ അല്ലെങ്കിൽ ഇന്ന് മുതൽ നിങ്ങളുടെ പോസ്റ്റിൽ ഈ ഒരു 4 കാര്യങ്ങൾ ഉൾപ്പെടുത്തി നോക്കൂ. Then share your result as a comment under this post. And thank you so much for watching me. Myself Suhas Chapali. I'm an international business coach and profit strategist. Next time I will come with a very valuable information. So stay tuned.